നമ്മൾ ചെയ്യുന്ന ഒരു ജാം റോളാണ്. ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പഞ്ച് കേക്ക്. സ്പഞ്ച് കേക്ക് എന്ന് പറയുമ്പം ഇതിൽ ഫാറ്റ് ഇല്ല എന്ന് പറയുമ്പം ബട്ടർ ഇല്ലാത്ത ഒരു ഫാറ്റ്ലെസ് സ്പഞ്ച് കേക്കാണിത്. അപ്പം ഇത് ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ കേക്ക് ഇസ് വെരി ഇലാസ്റ്റിക്, ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. അപ്പോൾ ഇതിനെ റോൾ ചെയ്യാം. യു ക്യാൻ ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. സോ ഇങ്ങനത്തെ ഒരു റെസിപ്പി വേണം നമ്മൾ ജാം റോൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ. സോ ഐഡിയലി ഒരു ജാം റോളിന് വേണ്ടിയ സാധനങ്ങൾ 85 grams ഓഫ് മൈദ സീവ്ഡ് വിത്ത് 1.5 teaspoon of baking powder and 1 tablespoon corn flour, 160 grams of sugar powder, 4 eggs separated, 1 tablespoon water, 1.5 teaspoon vanilla. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് ഈ എഗ്സ്, യു നീഡ് 4 eggs. ഈ എഗ്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. കെയർഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. Separation can either be done by hand or with an egg separator. Eggs നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പം you have to be careful that egg yolksൻ്റെ ഒരു അംശം പോലും എഗ് വൈറ്റിൽ വീഴരുത്. വീണ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ പതപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. എങ്ങാനും അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഡ്രോപ്പ് ഇതിൽ വീണാലും അറ്റംപ്റ്റ് ടു ടേക്ക് ഇറ്റ് വിത്ത് എൻ എഗ് ഷെൽ. അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ് യോക്സും എഗ് വൈറ്റിലെ യോക്കിങ് വെക്കുക, വൈറ്റിനെ അങ്ങ് മാറ്റി വെക്കുക. ബി കെയർഫുൾ വിത്ത് ദാറ്റ്. Now into the egg yolks you need to add your sugar powder. 160 grams ആണ്. അത് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് 1 tablespoon water and 1.5 teaspoons of vanilla essence. അതും കൂടെ ആഡ് ചെയ്യാം. സോ ഈ സ്പഞ്ച് ഉണ്ടാക്കാൻ ബേസിക്കലി 3 സ്റ്റെപ്സേ ഉള്ളൂ. വൺ ഇസ് യുവർ എഗ് വൈറ്റ്സ് വിച്ച് ഹാസ് ടു ബി നമ്മൾ മാറ്റിയിട്ടങ്ങ് ഇത് ചെയ്ത് വെക്കുകയാണ്. ദെൻ യുവർ മൈദ മിക്സ്ചറിനകത്ത് ഐ ടോൾഡ് യു മൈദ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ. ദെൻ യുവർ എഗ് യോക്കിൻ്റെ മിക്സ്ചറിനകത്ത് 4 എഗ് യോക്സ്, വാട്ടർ, ഷുഗർ പൗഡർ ആൻഡ് വാനില. ഈ 4 സാധനങ്ങൾ. Now ഇതിനെ നല്ലവണ്ണം ബീറ്റ് ചെയ്യാം. Beat it really well. എഗ് യോക്സ് നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ഒറിജിനലി ആ എഗ്ഗിൻ്റെ ഒരു മഞ്ഞ കളറുമായിട്ട് ഇറ്റ് വിൽ ബി നൈസ് ആൻഡ് ഡാർക്ക് ഇൻ കളർ. പക്ഷെ നമ്മളത് ബീറ്റ് ചെയ്ത് ഇറ്റ് ഹാസ് ടു ടേൺ പെയിൽ ഇൻ കളർ. എഗ് യോക്സ് ഇതുപോലെ ബീറ്റ് ചെയ്ത് പെയിൽ ആയിരിക്കണം. So it has to reach a stage where it flows like a ribbon. നമ്മൾ സാധാരണ കേക്ക്സിൽ നമ്മൾ ബട്ടറും പഞ്ചസാരയും നല്ലോണം ബീറ്റ് ചെയ്ത് ഇതുപോലെ പെയിലാക്കും. സ്പഞ്ച് കേക്കിൽ ഇവിടെ പഞ്ചസാരയും എഗ്ഗും നല്ലോണം ബീറ്റ് ചെയ്ത് it has to reach a ribbon stage. That is an unbroken ribbon stage. Okay? ആ ഒരു സ്റ്റേജ് വരെ എത്തണം. Now you have to beat your egg whites stiff. Egg whites നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തു. Now you see it won't move. ആ ഒരു സ്റ്റേജ് വരെ എഗ്ഗിനെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മുമ്പ് ചെയ്തിരിക്കുന്ന ഈ ബാറ്ററിനകത്തോട്ട് you need to add spoonfuls of the egg white and the maida. Okay? So ഒരു സ്മോൾ amount of egg white ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ മൈദ, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലവർ 2 സ്പൂൺ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. And then very carefully ഈ പത പൊട്ടിപ്പോകാത്ത വിധം ജെന്റിലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. അത് ഈ ബാറ്ററിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലോട്ട് ഓഫ് ദി എഗ് വൈറ്റ് followed by maida. നല്ലോണം ഫോൾഡ് ചെയ്യുക സോ ദാറ്റ് ആ പത അതിൻ്റെ അകത്ത് റീറ്റെയിൻ ചെയ്തിരിക്കണം. ഫൈനലി your third amount, all the egg white and all of the maida. See, fold ചെയ്ത് നല്ലൊരു എയറേറ്റഡ് മാസ് ആക്കണം. ഈ ഒരു ഫോൾഡിങ് മോഷനിൽ
keep the air inside. ഇത് മുഴുവനും എയർ ആണ്. 99% of it is air. അപ്പോൾ ഈ എയർ താന്നു പോകാതെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു പാൻ ഇറ്റ്. നമുക്കൊരു 5 മിനിറ്റ് പോലും ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ട് ഈ ഒരു കേക്കിന് പറ്റില്ല. അപ്പം ആ ഒരു സമയത്തിന് യു ഹാവ് ടു ലൈൻ യുവർ ട്രേ. നൗ ഐ എം യൂസിങ് എ റെക്ടാങ്കുലർ ട്രേ. ദിസ് ഇസ് ബേസിക്കലി ഐഡിയൽ ഫോർ എ ജാം റോൾ. അപ്പം ഈ ഒരു റെക്ടാങ്കുലർ ട്രേയിൽ അടിയിൽ എണ്ണമയം തൂത്ത് മുകളിൽ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് ആ പേപ്പറിൻ്റെ മുകളിൽ വീണ്ടും എണ്ണമയം തൂക്കണം. സോ ഇറ്റ് ഹാസ് ടു ബി നീറ്റ്ലി ലൈൻഡ് ലൈക്ക് ദിസ്. ബിക്കോസ് ഇതല്ലെങ്കിൽ ഏത് ഷേപ്പിൽ നമ്മൾ ലൈൻ ചെയ്യുന്നോ ആ ഷേപ്പേ കേക്ക് എടുക്കുകയുള്ളൂ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ യു ലൈൻ യുവർ ട്രേ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേ ലൈൻ ചെയ്ത് അതിലേക്ക് ഇതിനെ യു ഹാവ് ടു pour it immediately. Pour the batter into the tray immediately. Don't wait for gaps because the air will deflate. ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലെവൽ ചെയ്യുക. ഓരോ കോർണറിലും ഒരേ എമൗണ്ട് ആകുന്ന പോലെ ഇങ്ങനെ നമ്മൾ പാൻ ചെയ്തിരിക്കുന്ന കേക്കിനെ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ബേക്ക് ഇറ്റ് അറ്റ് 180 degrees for about 10-12 minutes, not more. ജാം റോളിൻ്റെ കേക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. Now അത് എടുത്താൽ ഇമ്മീഡിയറ്റ്ലി അൺലൈക്ക് അതർ കേക്ക്സ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി റിവേർട്ടഡ് ഓൺ ടു എ ഷീറ്റ് വിച്ച് ഇസ് ഓൾറെഡി ബട്ടേഡ്. ബിക്കോസ് ഈ കേക്കിന് ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് ബട്ടർ ഇല്ലാത്തൊരു സർഫസ് വെക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ബട്ടേഡ് ഒരു പേപ്പറിൻ്റെ മുകളിലോട്ട് ഇമ്മീഡിയറ്റ്ലി ചൂടോടെ നമ്മൾ അതിനെ റിവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വിൽ റിമൂവ് ദ കേക്ക്. ഇതിനെ ഈ ഒരു പൊസിഷനിലാക്കിയിട്ട് യു നീഡ് ടു റിവേർട്ട് ഇറ്റ് ഓൺ ടു യുവർ ബട്ടേർഡ് പേപ്പർ. ഇമ്മീഡിയറ്റ്ലി റിവേർട്ട് ഇറ്റ് ആൻഡ് റിമൂവ് ദ ലൈനിങ് ട്രേ. അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ആ ചൂടാറിപ്പോകുന്നതിന് മുമ്പേ യു ഹാവ് ടു റിമൂവ് യുവർ ബട്ടർ പേപ്പർ. ലൈനിങ് ബട്ടർ പേപ്പർ മാറ്റുക. നമ്മൾ 4 സൈഡ്സിലുള്ള പേപ്പറും അടിയിലത്തെ പേപ്പറും ചൂടോടെ തന്നെ മാറ്റുക. Now your cake is nice and hot. So ഈ ഹോട്ട് സ്റ്റേജിലാണ് അതിനെ നമുക്ക് വളയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത് ചൂടാറി പോകുന്നതിന് മുമ്പേ what you need to do is take some jam, any colored jam. Now ഈ ജാമിനെ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക. This is nearly about half cup of jam. Spread this over the hot cake. And then using a spatula spread this evenly all over. ഇത് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. അത് ചൂടോടെ തന്നെ സ്പ്രെഡ് ചെയ്യണം. ചൂടാറിക്കഴിഞ്ഞാൽ the jam will not spread and the cake will not be elastic. So എല്ലായിടത്തും ഒരേപോലെ ജാം ആവുന്ന രീതിയിൽ ഇതുപോലെ ആക്കി വെക്കുക. Now immediately you need to do, you have to roll the cake. Roll ചെയ്യാനായിട്ട് use your paper as a guide and tightly roll the cake. ഈ പേപ്പർ അകത്ത് പോകാതെ use the paper only as a guide, but then this has to roll inside. ടൈറ്റായിട്ട് റോൾ ചെയ്ത് keep it like that for about 2 minutes. And then ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പം remove the lining paper, take off the cake and put it onto your serving tray.
That's your jam roll, and that has to be cooled. നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് ആ ജോയിൻറ്റ്, ആ കേക്കിൻ്റെ ജോയിൻറ്റ് അടിയിലോട്ട് പോയി അതവിടെ അങ്ങനെ ഇരുന്ന് ഇറ്റ് ഹാസ് ടു കൂൾ ഫോർ അബൌട്ട് 5 minutes അറ്റ്ലീസ്റ്റ്. അങ്ങനെ കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇതിനെ സ്ലൈസ് ചെയ്യാവുള്ളൂ. ജാം റോളിന് വേണ്ടി ഇനി നമുക്ക് അതിനെ ഒന്ന് ഐസ് ചെയ്യാനായിട്ട് യു നീഡ് സം ചോക്ലേറ്റ് ബട്ടർ ഐസിങ്. അതിന് വേണ്ടിയ സാധനങ്ങൾ 100 gram ബട്ടർ, 250 grams icing sugar, കൊക്കോ 2 tablespoon, വാനില few drops. അതിനായിട്ട് ആദ്യമേ ബട്ടർ യു നീഡ് ടു പുട്ട് ഇറ്റ് ഇൻ ടു എ ബോൾ. അതിനെ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, ഒരേ ഡയറക്ഷൻ നല്ലോണം ബീറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് യു നീഡ് ടു ആഡ് ഷുഗർ പൗഡർ, ഐസിങ് ഷുഗർ 250 വേണം, പക്ഷേ യു നീഡ് ടു ആഡ് ഇറ്റ് എ ലിറ്റിൽ അറ്റ് എ ടൈം. ബട്ടർ ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷുഗർ പൗഡർ a little at a time, beat until it is nice and stiff, followed by remaining sugar. നല്ലോണം ബീറ്റ് ചെയ്ത് കഴിയുമ്പം വാനില എസൻസ് ആഡ് ചെയ്യുക. Few drops of vanilla. Followed by the cocoa. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുക. ജാം റോളിന് നമുക്കിതിനെ ഒരു യു ലോഗ് ആക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഐസിങ് വെച്ച് ഈ യു ലോഗിനെ ഓർ ദിസ് ജാം റോളിനെ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്ത് ഒരു ലോഗിൻ്റെ അപ്പിയറൻസിലാക്കുക. പൈപ്പിംഗ് ബാഗിൽ യു ഗോയിൻ ടു പുട്ട് എ സ്റ്റാർ നോസിൽ, ഒരു ഐസിങ് നോസിൽ. സോ കട്ട് അബൌട്ട് 1 inch and insert the nozzle inside. Your chocolate butter icing goes inside. Fill the bag to half the capacity and see that it comes out like that. നമുക്ക് ഇനി ഇതിനെ യു ലോഗിൻ്റെ അപ്പിയറൻസിന് വേണ്ടി what I'm going to do is ഈ ഐസിങ്ങിനെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ളത് I'm going to just pipe straight lines on the cake. ഒരു ലോഗിൻ്റെ അപ്പിയറൻസാണ്, so you don't have to make it absolutely straight. കുറച്ച് അങ്ങോട്ട് സിഗ്സാഗ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. സോ ആഫ്റ്റർ ദ ടോപ്പ് സ്റ്റാർട്ട് ഫ്രം ദ ബേസ് ആൻഡ് കേക്ക് കാണാതെ അടുപ്പിച്ചടുപ്പിച്ച് യു ഹാവ് ടു പൈപ്പ് ദിസ് സോ ദറ്റ് ഇറ്റ് ഹാസ് എ ലോഗ് അപ്പിയറൻസ്. ഈ ഒരു വിധത്തിൽ യു നീഡ് ടു കംപ്ലീറ്റ്ലി cover your cake. മുകളിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് സിഗ്സാഗ് ചെയ്യാം so that it has a natural log look. You don't want it perfect. That way. ഇങ്ങനെ ഒരു ലോഗിൻ്റെ അപ്പിയറൻസിൽ പൈപ്പ് ചെയ്യാം. ലോഗിൻ്റെ സൈഡ്സിൽ you take a little amount of icing and spread it. Spread it onto the sides so that the sides are covered. ഒരു irregular fashionൽ cover ചെയ്താൽ മതി because it has to have a, you know, the look of a log. Both sides. So that it resembles a log. Now you see you have a complete log-like look.
സൈഡ്സിൽ ഏജ് ലൈൻസ് വരാനായിട്ട് റൈറ്റിംഗ് നോസിൽ അതിനെ ഇതിൻ്റെ അകത്തോട്ടിടുക. വൈറ്റ് ഐസിങ്ങിൽ റൈറ്റിംഗ് നോസിൽ ഇട്ടേച്ച് ഒരു മരമാവുമ്പം അതിന് കുറച്ച് ഏജ് ലൈൻസ് വേണം. ഇതുപോലെ ഏജ് ലൈൻസ് പൈപ്പ് ചെയ്യുക. അതുപോലെ സെയിം വേ ഈ സൈഡിലും. ഫൈനൽ ഗാർണിഷിന് വേണ്ടി യു കെൻ ഈവൻ മേക്ക് സം decorations with hard icing. This is hard icing. Hard icing കൊണ്ട് you can make some holly leaves, berries, or even a combination of them, and use that to garnish the cake. Hard icing നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് you can use it when you require. That's your yule log cake.